ഹായ് പ്രിയപ്പെട്ട എല്ലാവർക്കും LifeTones ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ചാനലിലെ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഭയങ്കര മഴയാണ്, പ്രതിസന്ധികളാണ്, പ്രശ്നങ്ങളാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സേഫാണ്. അപ്പോൾ നമ്മുടെ ചാനലിലിപ്പോൾ കുക്കിംഗ് വീഡിയോകൾ ധാരാളം വരുന്നുണ്ട്, ഷോർട്സുകളും വരുന്നുണ്ട്. എല്ലാവരുടെയും നല്ല സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അടിപൊളി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകളാണ് നമ്മളിവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ വരാറുണ്ട്, ഞങ്ങൾ കഴിക്കുന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ അംഗസംഖ്യ വളരെ കുറവാണ്, 4 പേരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറഞ്ഞ അളവിലാണ് നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ പുറത്തേക്കൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഞങ്ങൾ ഇഷ്ടത്തോടെ കഴിക്കുന്നു. അത് പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മുമ്പിൽ വെറൈറ്റി ആയിട്ട് അവതരിപ്പിക്കുന്നു. അപ്പോൾ അത് അടിപൊളി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളുണ്ടാക്കുന്ന ഫുഡ് നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിന് ചീത്തയാണെന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൊടുക്കാൻ പറ്റിയല്ല, ആരും അങ്ങനെ കൊടുക്കുകയില്ല. അപ്പോൾ എത്ര പോരായ്മ ഉണ്ടെങ്കിലും എത്ര കൊള്ളത്തില്ലെങ്കിലും നമ്മൾ കൊള്ളത്തില്ലെന്ന് പറയുമ്പോൾ കൊടുക്കാൻ പറ്റാത്തതല്ല. നമ്മുടെ വീട്ടിലെ പരിമിതമായ ചുറ്റുപാടിൽ സിറ്റുവേഷൻസൊക്കെ തരണം ചെയ്ത് നമ്മളുണ്ടാക്കുന്ന ഫുഡുകൾ വീട്ടിൽ വരുന്ന ഗസ്റ്റിനും അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിലൊക്കെ നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞേ കൊടുക്കാറുള്ളൂ. അതാണ് ആതിഥ്യ മര്യാദ. അതിനെ അംഗീകരിക്കലാണ് അതിഥികളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ അടിപൊളി ഒരു ഐറ്റമാണ് ചെയ്യുന്നത്. ഫിഷിൻ്റെ ഐറ്റത്തിൽപ്പെട്ടതാണ്. ഫിഷായിട്ടുണ്ട്, ഷെൽ ഫിഷ് ഉണ്ട്, പിന്നെ സ്ക്വിഡ് ഐറ്റം ഉണ്ട്. അപ്പോൾ ഫിഷിൻ്റെ വീഡിയോ നമ്മൾ ഒത്തിരി ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വറ്റയുടെ അതുപോലെ തന്നെ മീനുകളുടെ പല ഐറ്റം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോൺസ് ഐറ്റം, ഷെൽ ഫിഷ് ആയിട്ടുള്ള ആ ഒരു ഐറ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കണവ, കൂന്തൽ, സ്ക്വിഡ് എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, കാരണം അതിൻ്റെ രൂപമൊക്കെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടം ഇല്ലാതിരിക്കാൻ തോന്നും. പക്ഷേ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ടൂറിസ്റ്റുകളായിട്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ വാങ്ങിക്കഴിക്കുന്നതാണ്. ഒരു റോസ്റ്റായിട്ടും ഫ്രൈ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അത്യാവശ്യം ടച്ചിങ്സ് ആയിട്ടും കഴിക്കാൻ പറ്റുന്നതാണ്. കൂടുതലും ആ ഒരു രീതിയിലാണ് ഈ കണവ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ കണവയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒത്തിരി പറഞ്ഞ സമയം കളയുന്നില്ല. പ്രിയപ്പെട്ട എല്ലാവരുടെയും നല്ല സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. 1/4 കിലോ ചെറിയ ഉള്ളി, 2 വലിയ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, 3 മീഡിയം തക്കാളി. കൂന്തലായതുകൊണ്ട് കറിവേപ്പില ഇച്ചിരി കൂടുതലിടുന്നത് നല്ലതാണ്. 1 കിലോ കൂന്തൽ കഴുകി എടുത്തിട്ടുണ്ട്. സവോള എടുക്കാം, ചെറിയുള്ളി എടുക്കാം. നമ്മളിവിടെ ഇന്ന് ചെറിയുള്ളിയാണ് പകുതിയായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. തക്കാളി ക്യൂബായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചി ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കാം. കറിവേപ്പില എടുക്കാം. മുളക് നീളത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പം നമ്മൾ എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പാചകത്തിലേക്ക് കടക്കാം. 3 സ്പൂണ് വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. കടുകിട്ട് പൊട്ടി വരുമ്പോൾ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി അരിഞ്ഞത്, ഇത്രയും ചേർത്ത് ഒരു 10 മിനിറ്റ് നേരം ചെറിയ രീതിയിൽ വഴറ്റിയെടുക്കാം. ഇനി അരിഞ്ഞു വെച്ച തക്കാളി ചേർത്തിളക്കാം. അപ്പോൾ തക്കാളിക്ക് വേവ് കുറവായതുകൊണ്ട് അവസാനം ഇട്ടാൽ മതി. എല്ലാം നല്ല പരുവത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കൂന്തൽ റോസ്റ്റിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം.
തീ ഒന്ന് കുറച്ച് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണ്, മല്ലിപ്പൊടി 3 സ്പൂൺ ചേർക്കാം, കാശ്മീരി ചില്ലി 1 സ്പൂൺ ചേർത്താൽ മതി, മീറ്റ് മസാല 3 സ്പൂണ് ചേർക്കാം. ഇത്രയും ചെറിയ തീയിൽ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി നമുക്ക് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ 1 കിലോ കൂന്തൽ അല്ലെങ്കിൽ കണവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം തീ മതി. നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടി നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. കണവ നമുക്ക് 2 രീതിയിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന്, മസാലകളെല്ലാം ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റിനുള്ളിൽ വേഗത്തിൽ കുക്കാക്കി എടുക്കാം. 2, മസാലകളെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റ് നല്ല തീയിൽ വേവിച്ചെടുക്കാം. ഇങ്ങനെ 2 തരത്തിൽ കൂന്തൾ അല്ലെങ്കിൽ കണവ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ അരമണിക്കൂർ നേരം ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് എടുക്കുന്നത്, റോസ്റ്റായിട്ട് എടുക്കേണ്ടത് കൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത്തിരി ഫ്ലെയിം കൂട്ടിയിടാം. അപ്പം നമ്മുടെ കുരുമുളക് പൊടിച്ചത്, കുരുമുളകിൻ്റെ ആ സ്പൈസി ആയിട്ടുള്ള എരിവാണ് കൂന്തളിന് നല്ലൊരു ടേസ്റ്റ് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. നമ്മളിവിടെ 1.5 സ്പൂണാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. കണവ റോസ്റ്റ് തിക്ക് ഗ്രേവിയിലുള്ളതാണ് ഇന്ന് നമ്മൾ കുക്ക് ചെയ്തിരിക്കുന്നത്. റെഡി ആയിട്ടുണ്ട്. ഇത് ഏത് ഫുഡിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. സീ ഫുഡിലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കണവ. വളരെ ടേസ്റ്റിയാണ്. ഹായ് പ്രിയപ്പെട്ട എല്ലാവർക്കും നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടിപൊളിയാണ്. ഇതൊരു സ്നാക്സ് ആയിട്ട് കഴിക്കാം, ടച്ചിങ്സ് ആയിട്ട് കഴിക്കാം. പുറത്തൊക്കെ നമ്മൾ പോകുമ്പോൾ, ടൂറൊക്കെ ആയിട്ട് പോകുമ്പോൾ, വലിയ ഹോട്ടലിലൊക്കെ മുറിയെടുത്ത് താമസിക്കുമ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ ബോർഡിൽ തന്നെ കാണാൻ പറ്റും കൂന്തൽ ഫ്രൈ, കൂന്തൽ റോസ്റ്റ് എന്ന് പറയും. വിദേശികൾ വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു ഡിഷാണിത്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കൂന്തലിൻ്റെ ഒരു ഐറ്റം ഉള്ളത്. പ്രിയപ്പെട്ട ഓരോ കൂട്ടുകാരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. നല്ല അഭിപ്രായങ്ങൾ മാത്രം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അതിന് ഞങ്ങളുടെ മറുപടി പടപടാന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. പ്രിയപ്പെട്ട എല്ലാവരെയും ആ വീഡിയോകളിലൊക്കെ ക്ഷണിച്ചുകൊണ്ട് ഇപ്പോൾ പോകുന്നു.